ഡെബ്യൂട്ടൻ്റ് ആയിട്ടുള്ള ആർ.എസ്. വിമൽ എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഫിലിമാണ് എന്ന് നിന്റെ മൊയ്തീൻ. ഇതിൽ ലീഡ് റോൾസിൽ എത്തുന്നത് പൃഥ്വിരാജും പാർവതിയുമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ മൂവീസിൻ്റെ ബാനറിലാണ്. എന്ന് നിന്റെ മൊയ്തീൻ ഒരു റിയൽ ലൈഫ് ലവ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊയ്തീനായി എത്തുന്നത് പൃഥ്വിരാജും കാഞ്ചനമാലയായി എത്തുന്നത് പാർവതിയുമാണ്. കാലിക്കട്ടിലുള്ള മുക്കത്ത് ജീവിച്ചിരുന്ന ഇവർ രണ്ടുപേരുടെയും കഥയാണ് എന്ന് നിന്റെ മൊയ്തീൻ. മൊയ്തീൻ VP ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ മകനാണ്. ഉണ്ണി മൊയ്തീൻ സാഹിബായിട്ട് അഭിനയിക്കുന്നത് സായികുമാറാണ്. മുക്കത്ത് സുൽത്താൻ എന്ന പേരിലാണ് ഉണ്ണി മൊയ്തീൻ സാഹിബ് അറിയപ്പെട്ടിരുന്നത്. ഒരു ഹിന്ദു ഫ്യൂഡൽ ലോർഡായ കോട്ടങ്ങൽ അച്യുതന്റെ മകളായ കാഞ്ചനമാലയുമായിട്ട് മൊയ്തീൻ പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത്. ശിവാജി ഗുരുവായൂരാണ് കോട്ടങ്ങൽ അച്യുതനായിട്ട് അഭിനയിക്കുന്നത്. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രണയത്തെയാണ് ഈ ഫിലിമിൽ കാണിക്കുന്നത്. കാഞ്ചന മൊയ്തീനുള്ളത്, ഇത് മൊയ്തീന്റെ വാക്ക്. ഇവരുടെ പ്രണയത്തിന് ഒന്നും തന്നെ തടസ്സമാകുന്നില്ല എന്നതാണ് ഈ മൂവിയുടെ പ്ലോട്ട്. കാസ്റ്റിന്റെയും പെർഫോമൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഫിലിമിൽ ഉടനീളം പൃഥ്വിരാജ് വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറയുവാണെങ്കിൽ പൃഥ്വിരാജ് സ്റ്റീൽസ് ദി ഷോ, നോ ഡൗട്ട്. മൊയ്തീൻ എന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് പൃഥ്വിരാജിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു നടനേ ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. പാർവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപററി സിനിമയിൽ വളരെ മികവുറ്റ നല്ല ടാലൻ്റ് ഉള്ള ഒരു ആക്ട്രസ് ആണ് പാർവതി എന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാഞ്ചനമാല എന്ന ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ട്. പാർവതിയുടെ കരിയറിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് റോളാണ് കാഞ്ചനമാലയുടേത്. അതുമാത്രമല്ല പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും കെമിസ്ട്രി തന്നെ വളരെ ഭംഗിയായിട്ട് ഫിലിമിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്, വിതൗട്ട് എനി ഡൗട്ട്. സായികുമാർ, ലെന, ടൊവിനോ തോമസും ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട് ഈ ഫിലിമിൽ. ഇവരെ കൂടാതെ സുധീർ കരമന, ശിവാജി ഗുരുവായൂർ, സുധീഷ്, ഇന്ദ്രൻസ് എന്നിവരും മറ്റു റോൾസിൽ എത്തുന്നുണ്ട്. ഇനി സ്ക്രിപ്റ്റിനെയും ഡയറക്ഷനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ആർ.എസ്. വിമൽ ഡെബ്യൂട്ടൻ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. 60s ഒരു റിയൽ ലൈഫ് റൊമാൻസിനെ വളരെ ഭംഗിയായി അതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടെ തന്നെ സിൽവർ സ്ക്രീനിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ഫിലിമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു ക്ലാസിക് റൊമാൻറ്റിക് ഫിലിം സ്ക്രീനിൽ കാണുന്ന അതേ ഫീല് നമുക്ക് തരുന്നുണ്ട് ഈ ഫിലിം കാണുമ്പോൾ. ഇതിലെ ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഒക്കെ വളരെ ക്ലാരിറ്റിയോടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ആർ.എസ്. വിമൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഒരു സോപ്പ് കാറ്റഗറിയിൽ പെടാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടും പോയറ്റിക് ആയിട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു ഫിലിമാണ് എന്ന് നിന്റെ മൊയ്തീൻ. ഇതിലൊരു ചെറിയ മൈനസ് ഫാക്ടർ എന്ന് പറയുന്നത് മൊയ്തീൻ എന്ന് പറയുന്ന ക്യാരക്ടർ കാഞ്ചനമാലയെ കുറച്ചധികം ഷാഡോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പിന്നെ ജോമോൻ ടി ജോണിൻ്റെ സിനിമറ്റോഗ്രഫിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹി ഹാസ് ഡൺ എ ഫാബുലസ് ജോബ് ഇൻ ദ മൂവി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ഈ ഒരു പീരിയഡ് ലവ് സ്റ്റോറിക്ക് നൽകാനായിട്ട് ജോമോന് സാധിച്ചിട്ടുണ്ട്. അതിലെ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം ലുക്സ് വെരി ക്ലാസി. അതിനായിട്ട് ജോമോൻ ടി ജോണിനൊരു സ്പെഷ്യൽ അപ്ലോസ് എന്തായാലും എല്ലാവരും കൊടുക്കേണ്ടതാണ്. മഹേഷ് നാരായണന്റെ എഡിറ്റിങ്ങും ഗോകുൽദാസിന്റെ ആർട്ടും കുമാർ എടപ്പാളിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഫിലിമിൽ. ഈ ഫിലിമിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ M. ജയചന്ദ്രനും രമേശ് നാരായണനും ചേർന്നാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാട്ടുകളും വളരെ മാജിക്കലും ഇമോഷണലുമാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതാത് സിറ്റുവേഷൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതും ഫിലിമിൽ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഈ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വളരെ ഫാസിനേറ്റിംഗ് ആണ്. കാരണം ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫിലിമിലെ ഓരോ ഇമോഷൻസിനെയും എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഫിലിം ആരും മിസ് ചെയ്യരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലവ് സ്റ്റോറീസ് മെയ്ഡ് ഇൻ മലയാളം സിനിമ. മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ എന്നുകൂടെ വേണം പറയാനായിട്ട്.